വർഷം 1962 പന്നിയാർ ജലവൈദ്യുതി പദ്ധതിക്കു വേണ്ടി വെള്ളത്തൂവൽ, പൊന്മുടി, കൊന്നത്തടി എന്നിവിടങ്ങളിൽ നിന്നും കുടിയൊഴിപ്പിക്കപ്പെട്ടവരുടെ വരവോടുകൂടിയാണ് കൂത്താട്ടുകുളം അസംഷൻ കത്തോലിക്ക പള്ളിയുടെ ചരിത്രം ആരംഭിക്കുന്നത്. കഥ ഇവിടെയാണ് ആരംഭിക്കുന്നത്. 74 കുടുംബങ്ങളുമായിരുന്നു കൂത്താട്ടുകുളം ഇടവകയുടെ തുടക്കം. കഠിനാധ്വാനികളായ കൃഷിക്കാരായിരുന്നു ഏറെയും. അടിയുറച്ച ദൈവവിശ്വാസവും തീക്ഷ്ണമായ ആത്മീയതയും കൈമുതലാക്കിയുള്ള സാധാരണക്കാരായ ഇവരുടെ നിരന്തര പ്രാർത്ഥനയുടെയും പരിശ്രമത്തിൻ്റെയും ഫലമായി ഒരു ഇടവകാംഗമായ അരിപ്പറമ്പിൽ ശ്രീ ഔദയുടെ പുഴയിടത്തിൽ താൽക്കാലികമായി കെട്ടിമേഞ്ഞ ഓലഷെഡിൽ മൈലപ്രാപ്പള്ളിയുടെ ബഹുമാനപ്പെട്ട വികാരി മാത്യു കുരിശുമൂട്ടിലച്ചൻ്റെ കാർമ്മികത്വത്തിൽ ദിവ്യബലി അർപ്പണം നടന്നു. ആദ്യകാലങ്ങളിൽ മാസത്തിൽ ഒരു ഞായറാഴ്ച മാത്രമായിരുന്നു വിശുദ്ധ കുർബാന ഉണ്ടായിരുന്നത്. തീഷ്ണമതികളായിരുന്ന വിശ്വാസികൾ മറ്റു ഞായറാഴ്ചകളിൽ മലങ്കര പള്ളിയിൽ പോയി വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തു പോന്നിരുന്നു. ഒരു വർഷത്തിനു ശേഷം ബഹുമാനപ്പെട്ട ആന്റണി അനിയറയിലച്ചൻ വികാരിയായി വന്നതിനു ശേഷം ചങ്ങനാശ്ശേരി അരമനയിൽ നിന്നും പള്ളിക്ക് വേണ്ടി 1 ഏക്കർ സ്ഥലം വാങ്ങുകയും ദേവാലയ നിർമ്മാണത്തിന് തുടക്കം കുറിക്കുകയും ചെയ്തു. 1965 ചങ്ങനാശ്ശേരി രൂപത മെത്രാനായ അഭിവന്യ മാർ മാത്യു കാവുക്കാട്ടിൽ പിതാവ് ദേവാലയ കൂദാശ നിർവഹിച്ചു. അങ്ങനെ 1965 സെന്റ് മേരീസ് ദേവാലയം എന്ന നാമത്തിൽ ചിറ്റാർ കൂത്താട്ടുകുളത്തിൻ്റെ മണ്ണിൽ നമ്മുടെ ദേവാലയം ഉയർന്നു പൊങ്ങി. മീൻകുഴി, സീതത്തോട്, കൂത്താട്ടുകുളം എന്നീ 3 ഇടവകകൾക്കായി ഒരു വികാരിയച്ഛൻ മാത്രമാണ് ആ കാലയളവിലുണ്ടായിരുന്നത്. ഇന്നത്തേതുപോലെ വാഹന സൗകര്യമില്ലായിരുന്നു ആ കാലയളവിൽ. മീൻകുഴിയിൽ താമസിച്ചുകൊണ്ട് സീതത്തോട്, കൂത്താട്ടുകുളം എന്നീ 2 ഇടവകകളെ എല്ലാ ഞായറാഴ്ചയും കാൽനടയായി വന്നായിരുന്നു ആത്മീയ ശുശ്രൂഷ നടത്തിപ്പോന്നിരുന്നത്. പ്രതികൂല സാഹചര്യങ്ങൾ കണ്ടു പകച്ചു പോകാതെയും മനസ്സുമടുക്കാതെയും തികഞ്ഞ നിശ്ചയദാർഢ്യത്തോടെ ദൈവാശ്രയ ബോധത്തോടെയും ഇടവക സമൂഹം വികസന വഴിയിലൂടെ മുന്നേറി. 1971 ബഹുമാനപ്പെട്ട ആന്റണി നെടിയക്കാല പറമ്പിലച്ചൻ ഇടവക വികാരിയായിരുന്ന കാലത്താണ് ആലുമുക്ക് ജംഗ്ഷനിൽ മാതാവിൻ്റെ നാമത്തിൽ ഒരു കുരിശടി സ്ഥാപിതമാകുന്നത്. പിന്നീട് ഇടവകക്കാരുടെയും നാട്ടുകാരുടെയും ആശ്വാസ കേന്ദ്രമായി മാറിയ ഒരു കുരിശടി 2012-2013 കാലമായപ്പോഴേക്കും അന്നത്തെ വികാരി ബഹുമാനപ്പെട്ട രാജേഷ് പുലന്താനലച്ചൻ ഇന്നു കാണുന്ന കുരിശടിയുടെ നിർമ്മാണം ആരംഭിക്കുകയും ബഹുമാനപ്പെട്ട ആന്റണി കോട്ടൂരച്ചൻ പണി പൂർത്തീകരിച്ച് കാഞ്ഞിരപ്പള്ളി രൂപത മെത്രാൻ അഭിവന്യ മാർ മാത്യു അറക്കൽ പിതാവ് കൂദാശകർമ്മം നിർവഹിക്കുകയും ചെയ്തു. ഈ കുരിശടി ഇന്ന് ഇടവകയുടെ അഭിമാന സ്തംഭമായി നിലകൊള്ളുന്നു. ചിറ്റാർ അസംഷൻ ഇടവകയുടെ കൂട്ടായ്മ വാർഷികവും ഇടവക ദിനവും സംയുക്തമായിട്ട് ആചരിക്കുന്നു എന്ന് അറിഞ്ഞതിൽ ഏറെ സന്തോഷമുണ്ട്. ഞാൻ ഫാദർ മാത്യു അറക്കപ്പറമ്പിൽ 1991-96 കാലഘട്ടത്തിലാണ് എനിക്ക് അവിടെ ശുശ്രൂഷ ചെയ്യുവാനായിട്ട് നിയോഗമുണ്ടായത്. ആ വർഷങ്ങളിൽ നിങ്ങളെന്നോട് കാണിച്ച സ്നേഹത്തിനും സഹകരണത്തിനും പ്രത്യേകം നന്ദി പറയുവാനായിട്ട് ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്. നിങ്ങൾ നടത്തപ്പെടുന്ന ഈ ആഘോഷങ്ങൾക്ക് എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുകയാണ്. രൂപതയുടെ ജൂബിലി വർഷമായ ഈ സന്ദർഭത്തിൽ ഇടവകയിൽ നടത്തപ്പെടുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാ വിജയങ്ങളും ആശംസിക്കുന്നു. നമ്മുടെ രൂപത സ്വർണ്ണ ജൂബിലിയുടെ ആപ്തവാക്യമായ ലോകത്തിൻ്റെ പ്രകാശവും ഭൂമിയുടെ ഉപ്പും എന്ന ആ വലിയ സന്ദേശം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രാവർത്തികമാക്കാം. ലോകത്തിൻ്റെ പ്രകാശമായി മാറിക്കൊണ്ട് നാം ജീവിക്കുന്ന സമൂഹത്തിൽ രുചി പകരുന്ന ഉപ്പായി മാറിക്കൊണ്ട് നമുക്ക് ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കുന്നവരാകാം.
ഈ അവസരത്തിൽ ഇടവകയിൽ ശുശ്രൂഷ ചെയ്യുന്ന ജോസ് ബി എസ് അച്ഛനും കൈക്കാരന്മാർക്കും ഇടവകയിലെ ഓരോ അംഗങ്ങൾക്കും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും സ്നേഹപൂർവ്വം ഞാൻ നേരുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു, ആശംസകൾ നേരുന്നു. താങ്ക് യു. സ്നേഹമുള്ളവരെ, 1999 നിങ്ങളുടെ വികാരിയായിരുന്ന ആളാണ് ഞാൻ. ഒരുപാട് നല്ല ഓർമ്മകൾ തന്ന സ്ഥലമാണ്. കാരണം ഞാൻ ആദ്യമായിട്ട് വികാരിയായത് സീതത്തോട് ചിറ്റാറ് മീൻകുഴി പള്ളികളിലാണ്. ഇന്ന് കുറേയധികം ചെറുപ്പക്കാരും നല്ല കൂട്ടായ്മയും സ്നേഹവും സന്തോഷവും ഒക്കെ ലഭിച്ച 3 ചെറിയ ഇടവകളാണ്. അപ്പം അതിൽ കൂത്താട്ടുകുളത്തെ അസംഷൻ ഇടവക ദിനവും കൂട്ടായ്മ വാർഷികവും ആഘോഷമായിട്ട് ആചരിക്കുന്ന ഈ സമയത്ത് നിങ്ങൾക്ക് എല്ലാ നന്മകളും ആശംസകളും നേരാനായിട്ട് ഒത്തിരി സന്തോഷമുണ്ട്. സ്നേഹത്തിലും കൂട്ടായ്മയിലും സന്തോഷത്തിലുമായിരിക്കാൻ ഇങ്ങനെയുള്ള അവസരങ്ങൾ ഇടയാകട്ടെ. ഒത്തിരി നല്ല ആശംസകളോടെ എല്ലാവർക്കും ഇടവദിനത്തിൻ്റെയും കൂട്ടായ്മ വാർഷികത്തിൻ്റെയും ആശംസകളും സ്നേഹത്തോടെ നേരുന്നു. ഈശോമിശിഹായിൽ പ്രിയപ്പെട്ടവരെ, ചിറ്റാർ കൂത്താട്ടുകുളം അസംഷൻ ദേവാലയത്തിൽ ഇടവക ദിനവും അതുപോലെ കൂട്ടായ്മ വാർഷികവും സംയുക്തമായിട്ട് ഇന്ന് ആചരിക്കുന്നു എന്നറിഞ്ഞതിൽ ഒത്തിരിയേറെ സന്തോഷം. നിങ്ങൾക്ക് എല്ലാ വിധത്തിലുള്ള ആശംസകളും പ്രാർത്ഥനകളും നേരുകയാണ്. ഞാൻ ആദ്യമായി വികാരി എന്ന നിലയിൽ ശുശ്രൂഷ ചെയ്ത ഇടവക എന്ന വലിയൊരു ആത്മബന്ധം നിങ്ങളുടെ ഇടവകയുമായിട്ട് എനിക്കുണ്ട്. പലപ്പോഴും ഇടവക അംഗങ്ങളെ പലയിടത്തും വെച്ച് കാണുമ്പോൾ നിങ്ങളുടെ വിവരങ്ങളൊക്കെ അറിയാറുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമെന്ന് കരുതുകയാണ്. ഈ ദിവസത്തിന്റെ മംഗളങ്ങൾ, പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുനാളിന്റെ മംഗളങ്ങളും എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും നിങ്ങൾക്ക് എല്ലാവർക്കും നേരുന്നു. ഈശോ നിങ്ങൾ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ 2000 ബഹുമാനപ്പെട്ട അലക്സ് വെള്ളാപ്പള്ളിയച്ചൻ വികാരിയായിരുന്ന സമയത്ത് ചിറ്റാർ മലങ്കര കത്തോലിക്ക ദേവാലയത്തിന്റെ നാമവും സെന്റ് മേരീസ് എന്നായതിനാൽ നമ്മുടെ ദേവാലയത്തിന്റെ നാമം സെന്റ് മേരീസ് സീറോ മലബാർ ചർച്ചിൽ നിന്നും അസംഷൻ ചർച്ച് കൂത്താട്ടുകുളം എന്ന നാമത്തിലേക്ക് മാറ്റി എഴുതപ്പെട്ടു. ബഹുമാനപ്പെട്ട ബിജു ചുളയിലാപ്ലാക്കിലച്ചൻ വികാരിയായിരിക്കുമ്പോഴാണ് പഴയ ദേവാലയം പുതുക്കി പണിയുന്നത്. 2006-2008 കാലഘട്ടത്തിൽ. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ഞാൻ ഫാദർ ബിജു ചുളയിലാപ്ലാക്കൽ. മുൻപ് 2005-2006 കാലഘട്ടങ്ങളിൽ ആ പള്ളിയിലെ വികാരിയായിരുന്നു. അക്കാലത്താണ് നമ്മുടെ ഇടവക ദേവാലയം ഒന്ന് പൊളിച്ച് പണിയാനായിട്ട് ഇടയായത്. ഇടവക ദിനവും കൂട്ടായ്മ വാർഷികവും ആഘോഷിക്കുന്ന നിങ്ങൾക്ക് ഏറ്റവും സന്തോഷത്തോടെ എല്ലാ ആശംസകളും നേരുന്നു. ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും പരിശുദ്ധ ദൈവമാതാവിൻ്റെ സഹവാസവും നമ്മുടെ ഇടവക സമൂഹത്തിന് കൂടുതൽ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ 1977 കാഞ്ഞിരപ്പള്ളി രൂപത നിലവിൽ വന്നു. രൂപതാ സ്ഥാപനം ഇടവകയുടെ വളർച്ചയ്ക്ക് ആക്കം കൂട്ടി. അന്നത്തെ വികാരിയായിരുന്ന ബഹുമാനപ്പെട്ട ജോർജ് കൊട്ടാടിക്കുന്നേലച്ചൻ്റെ ശ്രമഫലമായി പള്ളിയോട് ചേർന്ന് ഒരു പള്ളിമുറിയും വരാന്തയും നിർമ്മിച്ചു. ബഹുമാനപ്പെട്ട അറക്കൽ പറമ്പിലച്ചൻ്റെ കാലത്ത് സെമിത്തേരിയുടെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു. ബഹുമാനപ്പെട്ട ഫ്രാൻസിസ് കല്ലുമാടിയച്ചൻ വികാരിയായിരിക്കുമ്പോൾ ഇടവകയുടെ സെമിത്തേരി കൂടുതൽ മെച്ചപ്പെടുത്തുകയും കുടുംബക്കല്ലറയും പൊതുക്കല്ലറയും നിർമ്മിച്ച് ഭംഗിയാക്കുകയും ചെയ്തു. 1998-99 കാലത്ത് അന്നത്തെ വികാരിയായിരുന്ന ബഹുമാനപ്പെട്ട സെബാസ്റ്റ്യൻ ഇടക്കരോട്ടച്ചൻ്റെ ശ്രമഫലമായി ഇടവകയുടെ സ്ഥലത്ത് 3 മുറിയോടുകൂടി ഒരു ഷോപ്പിംഗ് സെന്ററിന്റെ നിർമ്മാണത്തിനും തുടക്കം കുറിക്കുന്നു. സാമ്പത്തികമായി അത്ര കണ്ട് വളർന്നവരല്ലെങ്കിലും തീക്ഷ്ണമതികളും അധ്വാനശീലരുമായ ഇടവകക്കാർ വികാരി അച്ഛനോട് ചേർന്ന് നിന്നുകൊണ്ട് കെട്ടിട നിർമ്മാണത്തിൽ പങ്കാളികളായി. നിർമ്മാണ പ്രവർത്തനത്തിന് ആവശ്യമായ മണൽ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ എത്തിക്കുന്നതിൽ കയ്യും മെയ്യും മറന്ന് പ്രവർത്തിക്കുന്നതിൻ്റെ ഭാഗമായി ബഹുമാനപ്പെട്ട സെബാസ്റ്റ്യൻ കിടങ്ങത്താഴിയച്ചൻ വികാരി ആയിരിക്കുമ്പോഴാണ് പണി പൂർത്തീകരിച്ച് കടമുറി പ്രവർത്തനയോഗ്യമാക്കി. മിശിഹായിൽ പ്രിയമുള്ളവരെ, നമ്മുടെ ചിറ്റാറ് അസംഷൻ ചർച്ചിൻ്റെ
ഇടവക ദിനാഘോഷവും കൂട്ടായ്മകളുടെ വാർഷികവും ഒക്കെ നടക്കുകയാണെന്ന് അറിഞ്ഞു. ഒത്തിരി സന്തോഷം. നമ്മുടെ ആ ഇടവകയുടെ ഒരു പ്രത്യേകത ഏതാണ്? നമ്മളൊരു വളരെ ചെറിയ കമ്മ്യൂണിറ്റി ആയതുകൊണ്ട് തന്നെ വളരെ ഇൻറ്റിമസി ഉള്ളൊരു കമ്മ്യൂണിറ്റിയാണ്. പരസ്പരം എല്ലാവർക്കും എല്ലാവരെയും അറിയാം. പ്രാർത്ഥിക്കുമ്പോൾ കൊച്ചു കമ്മ്യൂണിറ്റി നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു, തീക്ഷ്ണമായിട്ടൊക്കെ നമ്മൾ ബലിയർപ്പിക്കുന്നു. എൻ്റെ ഓർമ്മയിൽ അങ്ങനത്തെ നല്ല ഓർമ്മകളാണ് ചിറ്റാർ ഇടവകയെക്കുറിച്ചുള്ളത്. ഏക്കാലം ഇടവക ദിനാഘോഷത്തിന്, ഈ വലിയ ആഘോഷത്തിന് എല്ലാ ഭാവുകങ്ങളും ഞാൻ അറിയിക്കുകയാണ്. നിങ്ങളെന്നെ ഓർക്കുന്നുണ്ടായിരിക്കാം. ജോർജ് പുല്ലാന്തനാലച്ചൻ എൻ്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ പ്രാർത്ഥനകളും അറിയിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമ്മുടെ എല്ലാ കുടുംബത്തിലും ധാരാളമായിട്ട് ഉണ്ടാകട്ടെന്ന് ഈ അവസരത്തിൽ ആശംസിക്കുകയാണ്. എല്ലാ മംഗളങ്ങളും. ഒരേ മനസ്സോടെ എല്ലാ കാലത്തും ഒരുമിച്ച് പ്രവർത്തിച്ച് ഇടവകയുടെ നന്മയ്ക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുന്ന നല്ലൊരു ഇടവക സമൂഹമാണ്, ചെറിയ ഒരു ഇടവക സമൂഹമാണ് കൂത്താട്ടുകുളം അസംഷൻ ഇടവക ദേവാലയം. പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോഹണ തിരുനാള് ഇടവക ദിനമായിട്ട്, ഇടവകയുടെ കുടുംബദിനമായിട്ട് ആചരിക്കുമ്പോൾ എല്ലാ നന്മകളും പ്രത്യേകമായിട്ട് നേരുകയാണ്. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത നിങ്ങളുടെ ജീവിതത്തെയും കുടുംബങ്ങളെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. കൂത്താട്ടുകുളം ഇടവകയുടെ ദൈവബലികളായ ബഹുമാനപ്പെട്ട തോമസ് മാണിക്കുന്നേലച്ചൻ, സഹോദരി സിസ്റ്റർ ആൻസി SABS, ബഹുമാനപ്പെട്ട സാബു മമ്പിള്ളിയിലച്ചൻ, മൂവരും എന്നും ഇടവകയുടെ അഭിമാനങ്ങളാണ്. പരിശുദ്ധ ദൈവമാതാവിൻ്റെ സ്വർഗാരോഹണ തിരുനാൾ ആഘോഷിക്കുന്ന ഈ സുദിനത്തിൽ ഇടവക ദിനം ആഘോഷിക്കുന്ന നമ്മുടെ കൂത്താട്ടുകുളം അസംഷൻ ദേവാലയത്തിലെ എല്ലാ അംഗങ്ങൾക്കും മാതാവിൻ്റെ സമൃദ്ധമായ അനുഗ്രഹം ലഭിക്കുവാനായിട്ട് ഈ ഇടവക ദിനം ഇടയാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹബഹുമാനപ്പെട്ട വികാരിയച്ച, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ ഇടവക കുടുംബാംഗങ്ങളെ, എല്ലാവർക്കും ഇടവക ദിനത്തിൻ്റെ മംഗളങ്ങൾ ഏറ്റവും സ്നേഹത്തോടെ ആശംസിക്കുന്നു. നമ്മുടെ ഇടവകയുടെ മധ്യസ്ഥയായ പരിശുദ്ധ സ്വർഗാരോപിത മാതാവിൻ്റെ മധ്യസ്ഥതയും ദൈവാനുഗ്രഹവും നമ്മുടെ എല്ലാവരുടെയും കുടുംബങ്ങളിലും ഇടവകയിലും സമൃദ്ധമായി ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ദൈവസ്നേഹത്തിലും പരസ്പരമുള്ള കൂട്ടായ്മയിലും കൂടുതൽ വളർന്നു വരുവാൻ ഈ ഇടവക ദിനാചരണവും ഒത്തുചേരലും നമുക്കിടയാകട്ടെ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഇടവക ദിനത്തിൻ്റെ മംഗളങ്ങൾ സ്നേഹത്തോടെ ആശംസിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. നന്ദി. ഇടവകയിലെ മുൻകാല കൈക്കാരന്മാർ: ഐപ്പ് മാത്യു തൊട്ടിയിൽ, മത്തായി മമ്പള്ളിയിൽ, പൗലോസ് പരീക്കൽ, ജോയ് സ്റ്റീഫൻ ഉദ്രങ്കല്ലുങ്കൽ, ജോസഫ് മമ്പള്ളിയിൽ, ജോസഫ് പുത്തൻപുരയ്ക്കൽ, ജെയിംസ് കാക്കനാട്, സെബാസ്റ്റ്യൻ തൊടുവനാൻ, മത്തായി ചേനോത്തിൽ, ബേബി മാണിക്കുന്നേൽ, സെബാസ്റ്റ്യൻ തുരുത്തിക്കര, മാത്തുക്കുട്ടി വള്ളിക്കാലായിൽ, ടോമി വളവിനാൻ, സാജൻ മമ്പള്ളിയിൽ, ജോസഫ് തുരുത്തിക്കരയിൽ, സാബു ചേനോത്തിൽ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യദിനത്തിൻ്റെയും പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുനാളിൻ്റെയും മംഗളങ്ങൾ ഏറ്റവും സ്നേഹത്തോടെ ആശംസിക്കുന്നു. പ്രത്യേകിച്ച് നമ്മുടെ ഇടവക സ്വർഗാരോപിത മാതാവിൻ്റെ നാമത്തിലുള്ളതായതുകൊണ്ട് ഈ സുദിനം നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണല്ലോ. പരിശുദ്ധ അമ്മ ദൈവത്തിൻ്റെ ഇഷ്ടത്തോട് ഐക്യപ്പെട്ട് ആത്മശരീരങ്ങളോടെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടതുപോലെ നമ്മുടെ ഈ ഭൂമിയിലുള്ള ജീവിതവും ദൈവത്തോട് ഐക്യപ്പെട്ടുകൊണ്ട് സ്വർഗപ്രാപ്തി നേടുവാനും നമുക്കെല്ലാവർക്കും ഇടയാകട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. തിരുനാളിൻ്റെ മംഗളങ്ങൾ ഏറ്റവും സ്നേഹത്തോടെ ആശംസിക്കുന്നു. മിഴിയോരം നനയുകയോ മനമെങ്ങോഴുകയോ ഒരു കൂട്ടം കഥകളുമായി ഇളം കാറ്റിൽ ഇടവഴിയിൽ ഒരു കാലം തിരികെ വരും
ചിന്തകളുമായി ഇളം കാറ്റിൽ ഇടവഴിയിൽ പോകാതെ മിഴി നനഞ്ഞിടറി തൂവാതെ മായാതെ മനം പിടയുമൊരു നോവോടെ കണ്ണാടി എന്ന പോലെന്നെ കണ്ടതും നിന്റെ കണ്ണിലല്ലേ ഞാൻ തനിയെ നിന്നതും കൂടെ വന്നു നീ ജീവനേകിയില്ലേ കോരിരുളിൻ പടവിൽ മുന്നിൽ മിന്നിത്തെളിയാൻ പൊന്നിൻ താരത്തിരിയായി നീ വിണ്ണിൽ നിന്നും പറന്നിൻ നെഞ്ചിൻ കൊമ്പിലിരുന്നേ മാലാഖപ്പൂവിതളേ നീ പോകാതെ മിഴി നനഞ്ഞിടറി തൂവാതെ മായാതെ മനം പിടയുമൊരു നോവോടെ വെറുതെ ഓർമ്മകൾ മഴ നനയും മതിൽ തെളിയും നിൻമുഖം കഥ പറയും വേർപാടിൻ വേനൽ എരിയും മേലെ അതിൽ നീ എന്ന തോന്നൽ കനലാകും ഓമൽ തൂവൽ ചിറകിൽ എന്നെ ചുറ്റും ചിരിയെ കാണാക്കാറ്റായി മറയാതെ കൂടി കൂടി തുടിച്ചും പാടി പാടി പറഞ്ഞും നീറും മൗനം പകരാതെ ചിറ്റാർ അസംഷൻ പള്ളിയുടെ ഇടവക ദിനം ഓഗസ്റ്റ് 15 വളരെ സാഘോഷം നിങ്ങൾ കൊണ്ടാടുന്നു എന്ന് അറിഞ്ഞു. ഒത്തിരിയേറെ ഓർമ്മകൾ ഈ ഇടവകയെക്കുറിച്ച് പറയുമ്പോൾ ഉണ്ട്. അതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുനാളിൻ്റെ എല്ലാവിധ മംഗളങ്ങളും നിങ്ങൾക്ക് നേരുന്നതോടൊപ്പം നമ്മുടെ ഇടവകയുടെ ഈ ഇടവക ദിനത്തിന് ഒത്തിരി സന്തോഷത്തോടെ എൻ്റെ ആശംസകൾ ഞാൻ അറിയിക്കുകയാണ്. പ്രാർത്ഥനയിൽ രണ്ട് കൂട്ടായ്മകളുടെയും ചേർച്ചയിൽ ഒരുമയിൽ ഒക്കെ നിങ്ങൾ ഇത് ആഘോഷിക്കുമ്പോൾ പണ്ട് ഞാൻ അവിടെ ആയിരുന്ന കാലഘട്ടത്തിലും നിങ്ങൾ എങ്ങനെയാണോ ഇതൊക്കെ കൊണ്ടാടിയത്, പെരുന്നാളും ഈ ദിനങ്ങളും ഒക്കെ എങ്ങനെയാണോ കൊണ്ടാടിയത് എന്നുള്ള ഓർമ്മകളൊക്കെ വരുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. വിദൂരത്തിലിരുന്നു കൊണ്ടും നിങ്ങളുടെ ഈ കൂട്ടായ്മയോട് ചേർന്നിരിക്കാൻ സാധിക്കുന്നു എന്നുള്ളത് വികാരി അച്ഛനോടൊപ്പം നിങ്ങൾ അവിടെ ആയിരിക്കുമ്പോഴും ഞങ്ങളെയൊക്കെ മുന്നേ കടന്നുപോയ വികാരി അച്ഛന്മാരെയൊക്കെ നിങ്ങൾ ഓർമ്മയിൽ ഇപ്പോഴും സൂക്ഷിക്കുന്നു എന്നുള്ളതും വലിയ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്.
തീർച്ചയായിട്ടും നിങ്ങളൊക്കെ പ്രാർത്ഥനയിലുണ്ട്. നിങ്ങളും ഞങ്ങളെ എല്ലാവരെയും പ്രാർത്ഥനയിൽ ഓർക്കുന്നു എന്നതിൻ്റെ തെളിവാണ് ഞങ്ങളെയും കൂടെ നിങ്ങളുടെ ഇടവക ദിനത്തോട് ചേർത്ത് ഉൾപ്പെടുത്തിയത് എന്നതും തിരിച്ചറിയുന്നു. ഒരുപാട് നന്ദി, എല്ലാവരുടെ ആശംസകളും. ഒരിക്കൽ കൂടി എല്ലാവരെയും സ്വർഗാരോപിതയായ മാതാവ് പ്രത്യേകമായി മധ്യസ്ഥം വഴി സഹായിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി. സ്നേഹമുള്ളവരെ, എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. എല്ലാവർക്കും പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ സ്വർഗാരോഹണ തിരുനാളിൻ്റെയും സ്വാതന്ത്ര്യ ദിനത്തിൻ്റെയും ഇടവക ദിനത്തിൻ്റെയും മംഗളങ്ങൾ ഏറ്റവും സ്നേഹത്തോടെ ആശംസിക്കുന്നു. എല്ലാ ദൈവാനുഗ്രഹങ്ങളും പ്രാർത്ഥിക്കുന്നു. പകരാതെ അതെ, ഇതാണ് 1962 മുതൽ 2026 വരെയുള്ള അസംഷൻ ചർച്ച് കൂത്താട്ടുകുളത്തിൻ്റെ ചരിത്രം. കാലങ്ങൾ പോകുന്നു, ഓർമ്മകരമായിരുന്നു. കത്തിക്കൊണ്ടിരുന്ന തീ മെല്ലെ അണഞ്ഞു തുടങ്ങിയിരുന്നു. എന്നാൽ അണഞ്ഞുപോയ ആ തിരികളെ അതിലും ശക്തമായി ആളിക്കത്തിക്കുവാൻ കരുത്തുള്ള ഒരാൾ ഇവിടെ എത്തുന്നു. എവിടെയോ നിലച്ചുപോയി എന്ന് കരുതിയ കൂട്ടായ്മകളും പല സംഘടനകളും വീണ്ടും പുനരാരംഭിക്കുന്നു. യെസ്, ഹി ഈസ് കമ്മിങ്. Se cos'era,